ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രിസ്മസ് ഒരുക്ക് ധ്യാനത്തിൻ്റെ 14-ാം ദിവസത്തെ ചിന്താവിഷയം യേശു നമ്മുടെ സമാധാനമാണ് എന്നത്രേ. യേശുവിൻ്റെ ജനനവേളയിൽ സ്വർഗ്ഗദൂതന്മാർ ആട്ടിടയരുടെ മുമ്പിൽ ഇപ്രകാരം ഉദ്ഘോഷിച്ചു: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ ജനനത്തിൻ്റെ രണ്ട് മുഖ്യ ഫലങ്ങൾ: ഒന്ന് ദൈവത്തിന് മഹത്വം, രണ്ട് മനുഷ്യർക്ക് സമാധാനം. ആദത്തിൻ്റെ പാപം മൂലം ദൈവത്തിന് അർഹമായ മഹത്വം മനുഷ്യൻ നിഷേധിച്ചു. ഓരോ പാപവും ദൈവത്തിന് മഹത്വം നിഷേധിക്കലാണ്. അതിൻ്റെ ഫലമായിട്ടാണ് മനുഷ്യർക്ക് സമാധാനമില്ലായ്മ വന്നു ചേരുന്നത്. ക്രിസ്തുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവോടെ അവിടുന്ന് ദൈവത്തിന് മഹത്വം കരയറ്റാനും മനുഷ്യർക്ക് സമാധാനം കൈവരുത്താനും കാരണമായി തീർന്നു. സമാധാനം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ആശയം കൂടുതൽ വ്യക്തമാകും. എന്താണ് സമാധാനം? അകന്നു കഴിയുന്ന രണ്ട് പേരുടെ അനുരഞ്ജനത്തിൻ്റെ ഫലമാണ് സമാധാനം. അകന്നുപോയ രണ്ട് പേർ അനുരഞ്ജനപ്പെട്ട് ഐക്യപ്പെട്ട് ഒന്നായിത്തീരുമ്പോൾ ലഭിക്കുന്നതാണ് സമാധാനം. ഉദാഹരണത്തിന്, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ചില പ്രത്യേക കാരണങ്ങളാൽ കലഹിച്ച് അകന്നാൽ അസ്വസ്ഥതയും സമാധാനക്കേടും സ്വാഭാവികമാണ്. അവരെപ്പോൾ അനുരഞ്ജനപ്പെടുന്നുവോ അപ്പോൾ അവർ സമാധാനത്തിലാകും. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് ഏറ്റവും അടിസ്ഥാനപരമായ സ്നേഹബന്ധം. പാപം വഴി ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ബന്ധം തകരുന്നു. മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഈ അകൽച്ചയാണ് മനുഷ്യൻ്റെ അസമാധാനത്തിൻ്റെയും സ്വസ്ഥതയില്ലായ്മയുടെ അടിസ്ഥാന കാരണം. പക്ഷേ പാപം മൂലം ദൈവവും മനുഷ്യനും തമ്മിൽ വരുന്ന അകൽച്ച പരിഹരിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഫലപ്രദമായി മധ്യസ്ഥത വഹിക്കാൻ കഴിവുള്ള ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. ദൈവവും മനുഷ്യനും ഒരേ സമയത്തായിരിക്കുന്നവനെ അത് സാധിക്കുകയുള്ളൂ. യേശു മാത്രമാണ് ഒരേ സമയം ദൈവവും ഒരേ സമയം മനുഷ്യനും. അതിനാൽ അവിടത്തേക്ക് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിൽ ഫലപ്രദമായ മധ്യസ്ഥനാകാൻ കഴിഞ്ഞു. ഇതേപ്പറ്റി പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ വളരെ സ്പഷ്ടമായി പഠിപ്പിക്കുന്നുണ്ട്. 1 തിമോത്തി 2:5 എന്തെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ ക്രിസ്തുയേശു. പാപം മൂലം തകർന്ന ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിച്ച മധ്യസ്ഥനായിട്ടാണ് യേശുവിനെ ബൈബിൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. സമാധാനം പുനഃസ്ഥാപിച്ച രക്ഷകനായിട്ടാണ് യേശുവിനെ പൗലോസ് ഉദ്ഘോഷിക്കുന്നത്. ഈ തിരുവചനം ചില ക്രൈസ്തവ വിഭാഗങ്ങൾ തെറ്റിദ്ധരിക്കുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യാറുണ്ട്. അവർ പറയും, പരിശുദ്ധ മറിയത്തോടും വിശുദ്ധരോടും പറയാൻ പാടില്ല, കാരണം ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ, യേശുക്രിസ്തു.
വാസ്തവത്തിൽ പൗലോസ്ലീഹ യേശുക്രിസ്തു ദൈവത്തിനും മനുഷ്യർക്കിടയിൽ ഒരു മധ്യസ്ഥനാണെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയേ അല്ല. പരിശുദ്ധ മറിയത്തിനോ വിശുദ്ധർക്കോ മധ്യസ്ഥ വയ്ക്കാൻ കഴിയുകയില്ല എന്ന് പറയുക പൗലോസിൻ്റെ ഉദ്ദേശമേ അല്ല. ഇവിടെ പൗലോസിൻ്റെ ഏക ഉദ്ദേശമേ ഉള്ളൂ, പാപം മൂലം തകർന്ന ദൈവ-മനുഷ്യബന്ധം പുനഃസ്ഥാപിക്കാൻ യോഗ്യനായ ഒരു യേശു മാത്രമേ ഉള്ളൂ എന്നാണ് പൗലോസിനോട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പിന്നെ പറഞ്ഞത് എഫേസസ് 2:14 അവനാണ് നമ്മുടെ സമാധാനം, യേശുവാണ് നമ്മുടെ സമാധാനം. പിന്നീട് പൗലോസ് അപ്പോസ്തലൻ കൊളോസസ് 3:15 എഴുതി, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. അപ്പോൾ ക്രിസ്തു തരുന്ന ഈ സമാധാനം ദൈവത്തെയും നമ്മയും തമ്മിൽ ക്രിസ്തുവിൻ്റെ രക്തം മൂലം അനുരഞ്ജിപ്പിച്ചു. ക്രിസ്തു തൻ്റെ മനുഷ്യാവതാരവും ജീവിതവും മരണവും മൂലം നമ്മെ ദൈവവുമായി ഐക്യപ്പെടുത്തി. അതിൻ്റെ സ്വാഭാവിക ഫലമാണ് സമാധാനം. ഈ സമാധാനത്തിൻ്റെ പ്രത്യേകത, ഇത് ജീവിതത്തിൽ ദുഃഖങ്ങളോ ദുരിതങ്ങളോ കഷ്ടതകളോ തകർച്ചകളോ വന്നാലും ഇത് കുറഞ്ഞു പോവുകയില്ല, ഇതില്ലാതാവുകയില്ല. ഈ സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. കാരണം സമാധാനക്കുറവിൻ്റെ അടിസ്ഥാന കാരണം യേശു പരിഹരിച്ചിരിക്കുന്നു. ദൈവത്തോട് നമ്മെ യേശു രമ്യതപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ ഈ സമാധാനം ഒരിക്കലും ഇല്ലാതാവുകയോ കുറഞ്ഞു പോവുകയില്ല. ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും ഈ സമാധാനം തുടരും. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശുക്രിസ്തു തന്നെ ഇപ്രകാരം പറയുന്നത്, സമാധാനം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകം നൽകുന്ന പോലെയല്ല ഞാൻ നൽകുന്നത്. ലോകം നൽകുന്ന സമാധാനം താൽക്കാലികമാണ്, അത് നിത്യമല്ല. പ്രതികൂല സാഹചര്യങ്ങൾ അത് നഷ്ടപ്പെടും. എന്നാൽ യേശുക്രിസ്തു തരുന്ന സമാധാനം ശാശ്വതമാണ്. കാരണം സമാധാനക്കുറവിൻ്റെ അടിസ്ഥാന കാരണം യേശു നീക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നൽകുന്ന സമാധാനം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസിൻ്റെ മുഖ്യ സന്ദേശങ്ങൾ ഒന്നിതാണ്, യേശുക്രിസ്തുവിനെ നാം കർത്താവും നാഥനുമായി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ സമാധാനത്തിലേക്കാകും. നമ്മളെ അലട്ടുന്ന എല്ലാ അസ്വസ്ഥതകളും നമ്മളെ വിട്ടുപോകും. വരപ്രസാദാവസ്ഥയിൽ ജീവിക്കുന്നിടത്തോളം കാലം, ക്രിസ്തു നൽകുന്ന ആ വിശുദ്ധ ജീവിതം നയിക്കുന്നിടത്തോളം കാലം നമ്മൾ സമാധാനത്തിൽ തന്നെ ആയിരിക്കും. ഒന്നിനും നമ്മുടെ സമാധാനം കെടുത്തിക്കളയാൻ സാധ്യമാകാതെ വരും. അതിനാൽ നമുക്ക് സമാധാനം ആശംസിക്കുമ്പോഴും ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ നമ്മൾ ഇടത്തും വലത്തും നിൽക്കുന്നവർക്കും ചുറ്റുമുള്ളവർക്കും സമാധാനമെന്ന് പറയുമ്പോൾ നാം അർത്ഥമാക്കേണ്ടത് ഇത് തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ സമ്മാനമാണ് സമാധാനം. അവൻ്റെ മനുഷ്യാവതാരത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഫലമാണ് സമാധാനം. അത് നമ്മൾ ആദ്യം അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. വരപ്രസാദാവസ്ഥ ജീവിക്കുന്ന നമുക്ക് അതുണ്ട്. ആ സമാധാനമാണ് നമ്മൾ അവരന് കൈമാറി കൊടുക്കുന്നത്. ഈശോയ്ക്ക് നന്ദി സ്തുതി അർപ്പിക്കാം. സമാധാനത്തിൽ ജീവിക്കാൻ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ക്രൈസ്തവർ. നമുക്ക് സമാധാനം സ്വന്തം ജീവിതത്തെ അനുഭവിക്കുകയും എല്ലാവർക്കും പങ്കുവയ്ക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അന്ന. ഞാൻ അബാഡ് 54 കൂടിയത്. ഞാൻ അബാഡ് കൂടാൻ വന്നത് തന്നെ അമ്മ പറഞ്ഞിട്ടാണ്. അപ്പോൾ കോവിഡ് കഴിഞ്ഞിട്ടാണ് ഞാൻ അബാഡ് കൂടുന്നത്. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ സീരീസിന് അഡിക്റ്റ് ആയിരുന്നു. പിന്നെ പ്രാർത്ഥനയൊന്നും മര്യാദയ്ക്കില്ല. അപ്പോൾ ഒരു ധ്യാനം കൂടുന്ന കാര്യം പറഞ്ഞപ്പോഴും ഞാൻ വലിയ ഉത്സാഹമൊന്നും കാണിച്ചത്. ഞാനിപ്പോൾ എങ്ങനെ ആലോചിച്ചു, ഒരബാഡ് ധ്യാനം കൂടിയാൽ എന്താ, കൂടിയില്ലെങ്കിൽ എന്താ, അങ്ങനെ ഒരു മനോഭാവത്തോടുകൂടിയാണ് ധ്യാനം കൂടാൻ വന്നത്. അപ്പം ഞാൻ ധ്യാനം കൂടാനായിട്ട് കയറി വരുമ്പോൾ രജിസ്റ്റർ ചെയ്യാനായിരുന്നു. അപ്പോൾ ഓൾറെഡി ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചേച്ചി എന്നോട് പേര് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ പേര് അന്ന എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേച്ചി അപ്പോഴേക്കും പറഞ്ഞു, അന്നേ ഹേന അല്ലേന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തിൻ്റെ പേരാണ് ഹേന.
അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചിന്തിച്ചു അതെങ്ങനെ ഞങ്ങളുടെ പേരറിയാം എന്നിങ്ങനെ എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി ഇപ്പോൾ ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഈ അബൈഡ് കൂടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഫോളോ അപ്പിനൊക്കെ വന്നപ്പോൾ ഈ ചേച്ചിനെ കാണാനിടയായി. അപ്പോൾ ഞാൻ ചേച്ചിനോട് ചോദിച്ചു എങ്ങനെ ഞങ്ങളെ അറിയാം, ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരുമിച്ച് എൻ്റെ പേര് പറഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തിയുടെ പേരോട് പറഞ്ഞല്ലോ, അപ്പോൾ ഇങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചേച്ചി പറഞ്ഞു നിങ്ങൾ ഗൂഗിൾ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ എന്നൊക്കെ, അതായത് ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യുന്നവരുടെ പേര് വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കും. അപ്പോഴും ഞാൻ ചിന്തിച്ചു കുറച്ച് പേരെന്നല്ല കുറേ പേരുണ്ടായിരുന്നു ധ്യാനം കൂടാനായിട്ട്. അപ്പോൾ ഇവരെയൊക്കെ ഓർത്തിരിക്കുന്നുണ്ടാവുമോ എന്നിങ്ങനെ ചിന്ത വന്നു. പക്ഷെ ചേച്ചി പറഞ്ഞത് എല്ലാവരും ഓർമ്മയുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ആ ഒരു അബൈഡിന് വേണ്ടിയിട്ട് അതെന്ന് വെച്ചാൽ കൂടി കഴിഞ്ഞിട്ടുള്ളൊരു അബൈഡായിരുന്നു. അത്രമാത്രം അബൈഡിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയായിരുന്നു എന്ന് പറഞ്ഞു അവർ ഓരോരുത്തരും. അപ്പോൾ എനിക്കവിടെ കാണാൻ സാധിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പറ്റം യുവതീവാക്കന്മാരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, അവർക്ക് വേണ്ടിയിട്ട് വേറൊരു കുറേ യുവതീവാക്കന്മാർ അത്രമാത്രം ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുന്നു. അവരത്രമാത്രം മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ടും ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ടും അവരത്രമാത്രം സഹനം എടുത്തും ത്യാഗം എടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ അബൈഡിന് ശേഷം അബൈഡിൻ്റെ ഫോളോ അപ്പിനൊക്കെ വരുമായിരുന്നു. അപ്പോൾ ഈശോയെ പറ്റി അബൈഡിലൂടെ ഈശോയെ പറ്റി അറിഞ്ഞു. ഫോളോ അപ്പിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈശോയെ പറ്റി കൂടുതലായിട്ട് അറിയാൻ സാധിച്ചു. ഈശോയായിട്ട് കൂടുതൽ നേരം സമയം ചിലവഴിക്കാനായിട്ട്, ഈശോയോടൊപ്പം കൂടുതൽ നേരം ഇരുന്ന് ഈശോയായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ മനസ്സിലായ വേറൊരു കാര്യമാണ്, എല്ലാ ധ്യാനങ്ങളാണെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു ചിന്തയുണ്ട് നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ സാധിക്കാനായിട്ട്, നല്ല ജോലി, നന്നായിട്ട് പഠിക്കണം, വേറൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കണം, നല്ല രീതിയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ചിന്ത. എല്ലാവരും ആ ഒരു ചിന്തയോടുകൂടിയൊക്കെ ധ്യാനം കൂടാൻ വേണ്ടി. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ധ്യാനത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഇതിനേക്കാളൊക്കെ ഉപരി വിശുദ്ധമായിട്ട് ജീവിക്കാനായിട്ട്, വിശുദ്ധരായിട്ട് മാറാനായിട്ടുള്ളൊരു കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ധ്യാനം. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണെങ്കിലും പിന്നെ ഇതുപോലെ ഫോളോ അപ്പിനൊക്കെ വരുമ്പോൾ കൂടുതലും വിശുദ്ധരായിട്ട് മാറാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം ഒരുപാട് അനുഭവിച്ചറിയാൻ സാധിച്ചു. ഈശോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എത്രമാത്രം പിന്നെയും ലൗകികമായ സുഖങ്ങളിലോട്ടും സന്തോഷങ്ങളിലോട്ടൊക്കെ മുഴുകിപ്പോയാലും ഈശോയുടെ സ്നേഹം നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു ഈശോയെ നമ്മളെ അപ്പോഴും ചേർത്ത് പിടിക്കുന്നതായ ഒരു സ്നേഹം അനുഭവിക്കാൻ സാധിച്ചു. എപ്പോഴും നമ്മളെ തിരിച്ചു വിളിക്കുന്നത് പോലെ ഒരു തോന്നൽ ഉണ്ടായി. ഇതെല്ലാം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചത് അബൈഡ് കൂടിയതിലൂടെയാണ്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറ്റിയൊരു ധ്യാനമാണിത്. അപ്പോൾ ഈശോയുടെ സ്നേഹം അറിയാനും അതൊന്ന് അനുഭവിക്കാനായിട്ടുള്ള ഒരു പ്രാവശ്യമെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. പ്രൈസ് ദി ലോർഡ്.